ശുചീകരണ തൊഴിലാളികൾക്കൊപ്പം ഓണം കെങ്കേമമാക്കി ഓർത്തഡോക്സ് സഭ തുമ്പമൺ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സെറാഫീം മെത്രോപൊലീത്ത. ഓണസദ്യയും ഓണക്കോടിയും ഒക്കെ സമ്മാനമായി ലഭിച്ചതിന്റെ ത്രില്ലിലായിരുന്നു ഹരിതകർമ്മ സേനാംഗങ്ങളും. ശുചിത്വ നഗരമായി പത്തനംതിട്ടയെ മാറ്റിയെടുത്ത ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും ആശാ വർക്കർമാരുടെയും കൂടെയായിരുന്നു ഓർത്തഡോക്സ് സഭ തുമ്പമൺ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സെറാഫീം മെത്രോപൊലീത്ത ഓണം ആഘോഷിച്ചത്. ആഘോഷങ്ങളിൽ ആദരിക്കപ്പെടേണ്ടവരെ പലപ്പോഴും നമ്മൾ മറക്കുന്നു. മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന സമൂഹത്തിലേറെ താഴെത്തട്ടിൽ നിൽക്കുന്നവരെയാണ് ഓണാഘോഷം പോലുള്ള ആഘോഷങ്ങളിൽ നമ്മൾ ആദരിക്കേണ്ടത്. ആദരിക്കേണ്ടവരെ ആദരിക്കപ്പെടുന്നില്ല, അവരെ കൂടെ ആദരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഒരുപക്ഷെ അവർ സമൂഹത്തിന്റെ മുഖ്യധാരയിലൊന്നും പ്രത്യക്ഷപ്പെടാത്തവരാണ്, പക്ഷെ അവരില്ല എങ്കിൽ നമ്മുടെ ജീവിതം വളരെ ദുസ്സഹമായിരിക്കും. അതുകൊണ്ട് ഇവരില്ല എങ്കിൽ പത്തനംതിട്ടയുടെ മുഖം മറ്റൊന്നായിരിക്കും. ഇവിടുത്തെ വൃത്തിയും ശുചിത്വവും എല്ലാം സൂക്ഷിക്കുന്ന ഈ സഹോദരിമാരെ ആദരിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഹരിതകർമ്മസേന പ്രവർത്തകർക്കൊപ്പം ഓണസദ്യ കഴിച്ചതിന് ശേഷം ഓണക്കോടിയും മെത്രോപൊലീത്ത പ്രവർത്തകർക്ക് സമ്മാനിച്ചു. ഇത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. കാര്യം ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല ഇത്. കാര്യം ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ആദരവാണ്, തിരുമേനിയിൽ നിന്ന് കിട്ടുന്ന ഒരു ആദരവ്. ഞങ്ങൾക്ക് ഈ തിരുമേനി മറക്കാൻ കിട്ടുന്ന ഒരു അനുഭവമല്ല. കാര്യം 17 വർഷം ഞങ്ങൾ ജോലി ചെയ്യുമെങ്കിലും ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ആദരവ് ആയിട്ട് കിട്ടുന്ന തിരുമേനി ഞങ്ങൾക്ക് സമ്മാനം തരുന്നത്. പത്തനംതിട്ടയിലെ മാധ്യമപ്രവർത്തകരും സഭാപ്രവർത്തകരും ഓണസദ്യയിലും ആഘോഷ പരിപാടികളിലും പങ്കെടുത്തു. ന്യൂസ് 18 പത്തനംതിട്ട. ഏറ്റവും നല്ലൊരു ഓണാഘോഷമായിരുന്നു അല്ലേ? എന്തായാലും സഭ ഓണാഘോഷം ആർക്കൊപ്പം ആഘോഷിക്കണം എന്ന ആ ഒരു തെരഞ്ഞെടുപ്പ് വളരെ മാതൃകാപരമാണ്, പ്രശംസനീയമാണ്.